കൂട്ടുകാർക്കും നമസ്കാരം. പുതുവർഷത്തിലെ ആദ്യത്തെ വ്ളോഗാണ് കേട്ടോ ഇത്. ഷോർട്ട് ഒരുപാട് ഇട്ടിട്ടുണ്ടെങ്കിലും വ്ളോഗ്, അതായത് ലോങ് വീഡിയോ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ 2-3 വിശേഷങ്ങൾ പറയാനുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇത് കഴിഞ്ഞ 7-ാം തീയതി എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ കുളിച്ചൊരുങ്ങിയിട്ട് ഒരു യാത്ര പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്നും നമ്മളിങ്ങനെ ഡേ ഇൻ മൈ ലൈഫ്, ഭക്ഷണം ഉണ്ടാക്കുക, അതല്ലേ കാണിക്കാറ്. അപ്പോൾ പുതുവർഷത്തിൽ അതൊന്ന് മാറ്റി പിടിക്കാമെന്ന് എഴുതിയിട്ട് ഒരു യാത്രാ വീഡിയോ ആണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ചെറിയ വിശേഷങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് കൂത്തുപറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെറിയൊരു വെഡിങ് റിസപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ എന്ന് പറഞ്ഞാൽ 9:30-10 മണീൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ പാർട്ടി ഉച്ചയ്ക്ക് തൊട്ടാണ് കേട്ടോ തുടങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഇറങ്ങാൻ കാരണം, ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് കൂടെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങളിതാ അങ്ങനെ പോയി പാട്യം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിട്ടോ. പാട്യം എന്ന് പറഞ്ഞ സ്ഥലം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. നമ്മുടെ നടൻ ശ്രീനിവാസൻ്റെ നാടാണ് കേട്ടോ പാട്യം. അദ്ദേഹം ജനിച്ചു വളർന്ന നാടാണ്. പ്രസാദേട്ടൻ കാണിച്ചു തന്നപ്പോഴാണ് ഞാനും ശ്രദ്ധിച്ചത് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ട് അവിടെ ആദരാഞ്ജലികളൊക്കെ പറഞ്ഞിട്ടുള്ള ഫോട്ടോസൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹം ജനിച്ചു വളർന്ന നാട്ടിലൂടെ, അതായത് ചെങ്കൊടിയുടെ നാട്ടിലൂടെ എങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ കൂത്തുപറമ്പ് എന്നൊക്കെ പറയുമ്പോഴേ, ഒരു മലപ്പുറം ജില്ലക്കാരിയായ എനിക്ക് കൂത്തുപറമ്പ് എന്ന് കേൾക്കുമ്പോൾ പേടിയാണ്. പണ്ട് രാഷ്ട്രീയ സംഘടന ഒക്കെ ഉണ്ടായിരുന്ന നാടല്ലേ. ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അന്നൊക്കെ കൂത്തുപറമ്പ് എന്താ ഏതാന്ന് അറിയില്ല. ഇപ്പോൾ നമ്മൾ കൂത്തുപറമ്പ് വഴിയാണ് പോകുന്നത്. അങ്ങനെ ഇതാ നമ്മൾ അഞ്ചരക്കണ്ടി പുഴയൊക്കെ കാണുന്നത്. അഞ്ചരക്കണ്ടി പാലാണ് കേട്ടോ ഇപ്പോൾ കണ്ടത്. അങ്ങനെ ഞങ്ങൾ രാവിലെ പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എങ്ങോട്ടാന്ന് വെച്ചാൽ പെരളശ്ശേരി വഴിയാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. പെരളശ്ശേരി എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. പെരളശ്ശേരി പ്രസിദ്ധമായൊരു ക്ഷേത്രമുണ്ട്, ക്ഷേത്രക്കുളമുണ്ട്. ആ കുളം തന്നെ കണ്ടാൽ മതി, നമ്മളാകെ അന്തം വിട്ടിങ്ങനെ ഒരുപാട് നേരം നോക്കി നിന്ന് പോവും. അങ്ങനെ പെരളശ്ശേരി ടൗണിലെത്തി. ടൗണിൽ തന്നെയാണ് കേട്ടോ ക്ഷേത്രം ഉള്ളത്. ടൗണിൽ ബസ് ഇറങ്ങിയാൽ തന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കയറിയാൽ തന്നെ ക്ഷേത്രം കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിലെത്തിട്ടോ. ഇതാണ് പെരളശ്ശേരി ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം, അതായത് നമ്മുടെ മുരുകൻ്റെ ക്ഷേത്രമാണ് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ മൊബൈൽ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ശ്രീകോവിലിൻ്റെ അങ്ങോട്ട് ഉള്ളിലേക്ക് കയറി തൊഴുത് പ്രാർത്ഥിച്ചു. പുറത്തിറങ്ങി ചുറ്റമ്പലം വലം വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ പുറത്ത് വലിയൊരു ആൽമരമുണ്ട് അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ മുൻപിലായിട്ട്. എത്ര വലുതാണെന്നറിയോ. അങ്ങനെ ആൽമരം കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് അല്ലേ. ആൽമരത്തിനൊക്കെ ചുറ്റി പ്രാർത്ഥിച്ചു. അപ്പോൾ അധികം തിരക്കൊന്നുമില്ല. പിന്നെ 7-ാം തീയതി പറഞ്ഞാൽ വർക്കിംഗ് ഡേ ആണല്ലോ. പിന്നെ ഹോളിഡേയ്സിലൊക്കെ ഒരുപാട് തിരക്കുണ്ടാവും, ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇന്ന് പിന്നെ ഞങ്ങൾ വന്ന സമയത്ത് ഏതായാലും തിരക്കൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അമ്പലത്തിൻ്റെ മുറ്റത്ത് നിന്നിട്ട് താഴെ കുളത്തിലേക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അമ്പലത്തിൻ്റെ എവിടെ ചെന്നാലും, അമ്പലത്തിലായാലും പള്ളിയിൽ ചെന്നാലും എവിടെ ചെന്നാലും ഒരുപാട് ലോട്ടറി കച്ചവടക്കാരെ കാണുമല്ലോ നമ്മൾ. അപ്പോൾ അവരൊന്നും നിരാശപ്പെടുത്തണ്ടല്ലോ എന്ന് എഴുതിയിട്ട് ഞാനും പ്രസാദേട്ടനും ഓരോ ടിക്കറ്റ് വാങ്ങിയിട്ടോ. ഞങ്ങൾക്ക് ഭാഗ്യമൊന്നുമില്ല, എന്നാലും വാങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, അവർക്കൊരു ഉപജീവന മാർഗം കൂടിയല്ലേ. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ക്ഷേത്രക്കുളം കാണാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നിറയെ കൊത്തുപണികൾ, അല്ല കൊത്തുപണികൾ എന്ന് പറയാൻ പറ്റില്ല, പ്രത്യേക രീതിയിൽ ഇങ്ങനെ പടവുകൾ കൊത്തിയുണ്ടാക്കിയ ഒരു കുളമാണ് കേട്ടോ. ഒരുപാട് സിനിമകളിൽ ഈ കുളമുണ്ട്. പിന്നെ അങ്ങനെയാണ് ഞാനിത് കണ്ടത് കേട്ടോ. ഇത് എവിടെയെന്നൊന്നും അന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മൾ സെർച്ച് ചെയ്തിട്ടാണ്, കണ്ണൂർ ജില്ലയിലാണെന്ന് മാത്രമേ നമുക്കറിയുള്ളൂ. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്, അതായത് മുരുകൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ ക്ഷേത്രത്തിൽ ഒന്ന് തൊഴുത് പ്രാർത്ഥിക്കാനും ഈ കുളം ഇവിടെ എല്ലാം എടുത്തും കാണാനൊക്കെ ഉള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടോ. അങ്ങനെ ക്ഷേത്രത്തിലൊക്കെ തൊഴുത് പ്രാർത്ഥിച്ച് ഞങ്ങൾ നേരെ ഇനി പോകുന്നത്, ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ പാർട്ടി നടക്കുന്ന അങ്ങോട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 11 മണിയൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു 12 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ പാർട്ടിയിലൊക്കെ പങ്കെടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ, ഞാനിതുവരെ കാണാത്തൊരു സ്ഥലം കാണാനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഈ റൂട്ട് ഞാൻ പോയിട്ടേ ഇല്ല, അതായത് റെയിൽവേ ക്രോസിംഗ് ഒക്കെ ഉണ്ട്, അതിൻ്റെ മുകളിലൂടെയൊക്കെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ എങ്ങോട്ടാന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഒന്നും പറയുന്നില്ല, സസ്പെൻസാണ്. സസ്പെൻസായിട്ട് എന്നെ കൊണ്ടുപോയത് എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ, അതോ ഇനി ഏഷ്യയിലെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ, ആദ്യത്തെ ഡ്രൈവിംഗ് ബീച്ചായ മുഴുപ്പിലങ്ങാടി ബീച്ചിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോയത്. ഹായ് 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 ഹായ്, എന്ത് രസാണ്.
ആദ്യത്തെ ഡ്രൈവിംഗ് ബീച്ചായ കേരളത്തിലെ ആദ്യത്തെ ഡ്രൈവിംഗ് ബീച്ചായ അപ്പോൾ ഇതാണ് കേരളത്തിലെ ആദ്യത്തെ ഡ്രൈവിംഗ് ബീച്ചായ മുഴുപ്പിലങ്ങാട് ബീച്ച്. അപ്പോൾ ഞാനത് പറഞ്ഞു കൊണ്ടുവന്നപ്പോൾ പ്രസാദേട്ടൻ പറയാം ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഡ്രൈവിംഗ് ബീച്ചാണെന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. പിന്നെ ഞാൻ പഠിച്ചിട്ടുണ്ട് മുഴുപ്പിലങ്ങാട് ബീച്ച്, ധർമ്മടം ബീച്ച് ഇതൊക്കെ ഡ്രൈവിംഗ് ബീച്ചാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാൻ കഴിഞ്ഞാൽ തന്നെ ഏറ്റവും വലിയ സന്തോഷമല്ലേ. ഞാനിതൊന്നും കാണുമെന്ന് തന്നെ കരുതിയിട്ടില്ല. അപ്പോൾ എനിക്ക് സസ്പെൻസായിട്ട്, അതായത് സർപ്രൈസായിട്ടാണ് പ്രസാദേട്ടൻ എന്നെ ഇങ്ങോട്ട് ഇവിടെ കൊണ്ടുവന്നത് കേട്ടോ. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ചോദിച്ചും ചെയ്തു, എന്തേ ഇത്ര കാലം എന്നെ ഇവിടെ കൊണ്ടുവരാഞ്ഞതെന്ന്. എന്തൊരു ഭംഗിയാണെന്നറിയോ കാണാൻ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ അവസരം കിട്ടുന്നൊരു സമയം ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഇത് കാണാതെ പോകരുത് കേട്ടോ. അത്രയ്ക്കും ഭംഗിയാണ് കടൽ കാണാൻ. പിന്നെ കടലിങ്ങനെ ശാന്തമായിട്ട് ഒരു പുഴ പോലെ ശാന്തമായിട്ട്, പിന്നെ അല തല്ലണ തിരമാലകളോ പിന്നെ എന്താ പറയുക ആർത്തിരമ്പുന്ന ശബ്ദങ്ങളോ ഒന്നുമില്ല. ശാന്തമായിട്ട് ഒഴുകുന്ന ഒരു പുഴ പോലെ. കടലിൻ്റെ കരയിൽ വലിയൊരു കൈതോല മരമായിട്ടാണ് നിൽക്കുന്നത്. ശരിയല്ല, കൈതോല തന്നെയാണ് തോന്നുന്നത്. കണ്ടോ കടൽക്കരേൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ നിറയെ കൈതോല ഉണ്ട് കേട്ടോ. പിന്നെ കടൽ കണ്ടാൽ എനിക്ക് എത്രയായാലും മതിയാവില്ലെന്ന് ചോദിക്കുന്ന ആളിതാ വെള്ളത്തിൽ നിന്ന് കയറുന്നേ ഇല്ല. ഞാനങ്ങനെ നോക്കി നിൽക്കുകയാണ്. പക്ഷെ അധികം ആഴമൊന്നുമില്ല, വെള്ളത്തിലൂടെ തന്നെ നമുക്ക് ഈ വെള്ളത്തിൻ്റെ അടിഭാഗം ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പ്രസാദേട്ടനോട് പറഞ്ഞു എനിക്കൊരു റീൽസ് എടുത്തു തരുമെന്ന് പറഞ്ഞത്. ആ പ്രസാദേട്ടനെ കൊണ്ട് തന്നെ ഞാനൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് എടുത്തപ്പോൾ ഇങ്ങനെ ആയിപ്പോയി. ഫോട്ടോഗ്രാഫർക്ക് വലിയ ഒരു പിടുത്തല്ല അല്ലേ. അപ്പം ഞാൻ ഓളങ്ങളെ ഓടങ്ങളെ ആ പാട്ടിങ്ങനെ പാടിക്കൊണ്ടാണ് കേട്ടോ അത് എടുക്കുന്നത്. ഇതിങ്ങനെ ഡാൻസ് ചെയ്യുന്നത്. പക്ഷേ വീഡിയോയിൽ ഇത്ര പെർഫെക്റ്റ് ആണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇത് നമ്മുടെ ചങ്ങാതി തന്നെ എടുത്തുതന്ന വീഡിയോ ആണ് കേട്ടോ. പക്ഷേ കുറേ നേരം ഇങ്ങനെ എടുത്തു തന്നപ്പോഴേ എനിക്ക് തന്നെ കുറവായിപ്പോയി കേട്ടോ. അപ്പോൾ കുറേ നേരം ഞാൻ ഷൂ ഒക്കെ ഇട്ട് ഷൂ ഒന്നും നനയ്ക്കാതെ ഇങ്ങനെ നിന്ന് നോക്കി. പക്ഷേ ഷൂ നനഞ്ഞെന്ന് കണ്ടപ്പോൾ പിന്നെ ഷൂ ഒക്കെ അവിടെ ഊരി വെച്ചിട്ട് ചെരുപ്പ് അതങ്ങനെ നടക്കാം കേട്ടോ. സമയം എന്ന് പറഞ്ഞാൽ 4 മണി 4:30 5 മണി ആയിട്ടില്ല. തിരക്ക് കൂടി വരുന്നേ ഉള്ളൂ. വണ്ടികൾ ആയപ്പോഴേക്ക് കടൽക്കരയിൽ വാഹനങ്ങളുടെ നീണ്ട നിര തന്നെ വരുന്നു. കാറ്, ബസ്, ബൈക്ക്, പിള്ളേർ പന്ത് കളിക്കുന്നു. അതാ പോണ ബോട്ട് കേട്ടോ. കാണാ ഭൂമിയിലെ പോകുന്ന തോണിക്കാരാ. കടപ്പുറം കാണാൻ വന്നാൽ ഞാൻ പിന്നെയും വരണമെന്ന് പറയാറില്ല. പക്ഷേ ഇവിടെ നമുക്കൊന്നും കൂടെ വരണം. ഇവിടെ നല്ല രസമാണ്. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ അസ്തമയമായിട്ടോ. സമയം 5:30 മണിയായി. അപ്പോൾ ഇനി ഞങ്ങൾ പോവാണ്, തിരിച്ചു പോവാം. ഓരോരുത്തരും ഇങ്ങനെ വന്നുകൊണ്ടേ അസ്തമയം കാണാൻ. ഞങ്ങൾ പോവാണ്. കടലിനോട് ടാറ്റ പറഞ്ഞു പോകും. അങ്ങനെ ഞങ്ങൾ ഒരുപാട് നേരം അവിടെ ഇരുന്നു കേട്ടോ. ഒരുപാട് നേരം അവിടെ ഇരുന്നു. പിന്നെ അതിലൂടെയൊക്കെ ഓടിക്കളിച്ചു. കുറേ ഫോട്ടോസും വീഡിയോസും എടുത്തു. പിന്നെ ഞങ്ങൾ തിരിച്ചു പോരാൻ കേട്ടോ. അസ്തമയം കഴിയാനായി എന്ന് പറയാൻ പറ്റില്ല. അസ്തമയം പകുതി ആയി. അതായത് സൂര്യൻ ഇങ്ങനെ കടലിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരാണ്. തിരിച്ചു പോന്നപ്പോൾ ഞങ്ങൾ പോവാത്തൊരു ഭാഗം ഉണ്ടല്ലോ, അപ്പുറം ഭാഗം. അങ്ങോട്ട് കുറേ ദൂരം ഞങ്ങളുടെ മയിൽവാഹനം ഓടിച്ചു കേട്ടോ. ഇങ്ങനെ ഓടിച്ച് അതിലൊക്കെ ഒന്ന് ഇങ്ങനെ കറങ്ങിയിട്ട് അതിനിടയ്ക്ക് ഞങ്ങൾ അവിടുന്ന് ഒരു ചെറിയൊരു സേവ് ദ ഡേറ്റ് ഷൂട്ടിങ് കണ്ടു കേട്ടോ. കുതിരപ്പുറത്ത് ഇങ്ങനെ പെണ്ണും ചെക്കനും പോകുന്നതും, പിന്നെ അസ്തമയത്തിനെ സാക്ഷിയാക്കിയിട്ട് അവർ കുതിരേനെ അപ്പുറവും ഇപ്പുറവും നിന്നിട്ട് ഇങ്ങനെ നടത്തിച്ച് കൊണ്ടുപോകുന്നതൊക്കെ അങ്ങനെ വീഡിയോ ഷൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ മുഴുപ്പിലങ്ങാട് ബീച്ചിനോട് യാത്ര പറയാം കേട്ടോ. സൂര്യനെ കണ്ടോ,
കടലിലേക്ക് ഇങ്ങനെ താഴാലൊരുക്കത്തിലാണ് കേട്ടോ. അസ്തമയം കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ കോഴിക്കോട് ബീച്ചിനെക്കാട്ടിലും എനിക്കിഷ്ടപ്പെട്ടത് ഇപ്പോൾ ഈ ബീച്ചാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ കിട്ടുന്ന അവസരം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കാണാതെ പോകരുത് കേട്ടോ. എനിക്കെന്താണെന്നറിയില്ല, എനിക്ക് കടൽ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ ടെൻഷനൊക്കെ ഒന്ന് മാറി നമ്മളെ മനസ്സും ശരീരമൊക്കെ ഒന്ന് ഫ്രീ ആയ പോലെ തോന്നും കടൽ കണ്ടാൽ. ഭയങ്കര സന്തോഷമാണ് കടൽ കാണുന്നത് കേട്ടോ. അങ്ങനെ മുഴുപ്പിലങ്ങാടി ബീച്ചിനോടൊക്കെ യാത്ര പറഞ്ഞ് അങ്ങനെ പോവാന്നൊക്കെ പറഞ്ഞ സമയം 6 മണി കഴിഞ്ഞിട്ടോ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. അങ്ങനെ ഇതാ റോഡിലേക്ക് എത്താനായി കേട്ടോ. അപ്പോൾ ഇതാണ് പുതുവർഷത്തിലെ പുതിയ വിശേഷം, അതായത് പുതിയ യാത്രാവിശേഷം, പുതിയൊരു തുടക്കം. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു യാത്രാവിശേഷം ഇഷ്ടമായിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്